കത്തോലിക്ക സഭയെ ചൈനവൽക്കരിക്കുന്നതിനുള്ള നടപടികളുമായി സർക്കാർ. ഇതിന്റെ ഭാഗമായി ദൈവാലയ ധ്വംസനങ്ങളും പീഡനങ്ങളും തുടരുന്നു. ഹേനാൻ പ്രവിശ്യയിലെ വെയ്ഹുയിലെ പള്ളിയുടെ കൂറ്റൻ കുരിശുകൾ സൈന്യത്തിന്റെയും പോലീസിന്റെയും സാന്നിധ്യത്തിൽ പൊളിച്ചു നീക്കി. ചൈനയിലെമ്പാടും വൈദികരുടെ വിലയിരുത്തൽ നടക്കുന്നതായും വാർത്തയുണ്ട്. അനുരഞ്ജനം ലക്ഷ്യമാക്കി വത്തിക്കാൻ ചൈന കരാർ 6 മാസം മുമ്പ് നിലവിൽ വന്നെങ്കിലും കമ്മ്യൂണിസ്റ്റ് നിരീക്ഷണ ഭരണകൂടം സഭയ്ക്കെതിരെ പീഡനമുറകൾ തുടരുകയാണ്. ആനിങ്കി രൂപതയിലെ വെയ്ഹുയി പള്ളിയിലെ ഇരട്ടമണി ഗോപുരങ്ങളിൽ ഉണ്ടായിരുന്ന കുരിശുകൾ ഇക്കഴിഞ്ഞ ഞായറാഴ്ച പൊളിച്ചു നീക്കി. പ്രതിഷേധമോ തടസ്സമോ ഉണ്ടാകുന്നത് തടയാൻ കാലേക്കൂട്ടി സൈന്യവും പോലീസും പള്ളിവളപ്പിൽ നിലയുറച്ചിരുന്നു. കുരിശു പൊളിച്ചു നീക്കുന്നതിന് നെടുവീർപ്പോടെ നോക്കി നിൽക്കാനും സ്തബ്ധരായി പ്രാർത്ഥിക്കുവാനുമേ വിശ്വാസികൾക്ക് കഴിഞ്ഞുള്ളൂ. കൂറ്റൻ ക്രെയിനുകൾ കൊണ്ടുവന്ന് പണിക്കാർ കുരിശു പൊളിച്ചു നീക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഏഷ്യ ന്യൂസിന് ലഭിച്ചതാണ് ഷെക്കീന ഈ വാർത്തകളോടൊപ്പം സംപ്രേഷണം ചെയ്യുന്നത്. പരസ്യമായി കാണാവുന്ന വലിയ കുരിശുകൾ, കൂടുതൽ പാശ്ചാത്യ ചുവയുള്ള തിരുസ്വരൂപങ്ങൾ, ചിത്രങ്ങൾ തുടങ്ങിയവയാണ് ചൈനവൽക്കരണത്തിന്റെ ഭാഗമായി നശിപ്പിക്കുന്നത്. അതിനിടെ വൈദികരുടെ വിലയിരുത്തലും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ചൈനവൽക്കരണത്തോട് സമരസപ്പെടാത്ത വൈദികരെ കണ്ടെത്തുകയാണ് വിലയിരുത്തലിന്റെ ലക്ഷ്യമെന്നാണ് വിശ്വാസികൾ ഭയപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്. കേരളം